അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ രാവുകളിലൂടെയും പകലുകളിലൂടെയുമാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ അധിക ഭാഗവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. വിരലിലെണ്ണാവുന്ന ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുക, റബ്ബിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുക. മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യാരംഭത്തിൽ തന്നെ രണ്ട് പുറത്താക്കലുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ പൂർവ്വ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹവ്വ ബിവിയെയും, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ശത്രുവാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ പിശാചിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത്. എന്തിനായിരുന്നു അള്ളാഹു അവരെ പുറത്താക്കിയത്? ആ രണ്ട് പുറത്താക്കലുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ശത്രുവായ പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ഇനി സ്വർഗത്തിലേക്കൊരു മടക്കമില്ല. പിശാച് ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് തിരിച്ച് കയറാൻ സാധിക്കുകയില്ല. എന്നാൽ ആദം നബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആദം നബിയുടെ സന്താന പരമ്പരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലേക്കൊരു മടക്കമുണ്ട്. അവർ വിചാരിച്ചാൽ, അവർ പരിശ്രമിച്ചാൽ അവർക്ക് വീണ്ടും ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ അവരുടെ പൂർവ്വപിതാവ് ഇറങ്ങിപ്പോന്നത് അതേ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവകാശം, തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്തിനായിരുന്നു അവരെ രണ്ടുപേരെയും പുറത്താക്കിയത്? അവിടെയാണ് നമ്മൾ ആ ചരിത്രം പൂർണ്ണമായി വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ കാരണം ഒന്ന് ധിക്കാരമാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരിയായിരുന്നു, ധിക്കാരിയായിരുന്നു. ചരിത്രം നമുക്കറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗലോകത്ത് നിന്ന് പുറത്തു പോരാനുള്ള ഒന്നാമത്തെ കാരണം പാപം ചെയ്തു എന്നുള്ളതാണ്, തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. സ്വർഗത്തിലെ ഒരു മരം ചൂണ്ടി റബ്ബ് കൽപ്പിച്ച കൽപ്പനയാണ്. ആ മരത്തോട് അടുക്കാൻ പാടില്ല, ആ മരത്തെ സമീപിക്കാൻ പാടില്ല. അത് ചെയ്യുകയാണ് എങ്കിൽ ളാലിമുകളുടെ കൂട്ടത്തിൽ, അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആദം നബി അലൈഹിസ്സലാം പിശാചിൻ്റെ വസ്വാസിന് വിധേയനായി ആ മരത്തെ സമീപിച്ചു, തെറ്റ് ചെയ്തു അദ്ദേഹം. അപ്പോൾ അല്ലാഹു പുറത്താക്കുകയാണ്. എന്നാൽ ആ തെറ്റ് ചെയ്ത ഉടനെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി മഹാനായ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളോട് തന്നെ ദുൽമ് പ്രവർത്തിച്ചിരിക്കുന്നു, അക്രമം ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭത്തിൽ തന്നെ നടന്ന ഒരു ചരിത്രം ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ട് പാഠങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന്, മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന പ്രകൃതിയിലാണ്. മനുഷ്യൻ എപ്പോഴും തെറ്റ് ചെയ്യാൻ അവൻ്റെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. മഹാനായ യൂസുഫ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുമ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ട്. തെറ്റിലേക്ക് പ്രേരണ നൽകുന്ന മനസ്സാണ് മനുഷ്യനുള്ളത്. എന്നാൽ ആ തെറ്റുകൾ സംഭവിച്ചാൽ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? അതാണ് ആദം നബിയുടെ ഈ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠം. തെറ്റാണ് എന്ന് മനസ്സിലാക്കി, ളുൽമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അദ്ദേഹം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാണ്, തൗബ ചെയ്ത് മടങ്ങുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആ മനുഷ്യാരംഭത്തിൽ തന്നെയുള്ള ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റ് ചെയ്യുമെന്നും ആ തെറ്റ് ചെയ്താൽ
മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ റമദാൻ മാസത്തെക്കുറിച്ച് പറയും ഷഹ്റു തൗബയാണ്, തൗബയുടെ മാസമാണ്, പാപമോചനത്തിൻ്റെ മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഓടിക്കയറിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓരോ പടികളിൽ വെച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ജിബ്രീൽ ദുആ ചെയ്തു എന്നാണ്. ജിബ്രീൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? റമദാനിനെ ഒരാൾ കണ്ടുമുട്ടി, ആ റമദാനിനെ കണ്ടുമുട്ടിയിട്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് റമദാൻ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ അവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകട്ടെ എന്നാ. നഊദുബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, ആരാ ആമീൻ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥന അത് ഇജാബത്തുള്ളതാണ്. മലക്കുകൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു കേൾക്കും, അതിനുത്തരമുണ്ട്. അപ്പോൾ ഇജാബത്തുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ നടത്തുക. റമദാനിനെ കിട്ടിയിട്ട് റമദാനിനെ ഉപയോഗിച്ച് പാപങ്ങൾ കഴുകിക്കളയാത്തവരുണ്ട് എങ്കിൽ അവൻ നശിക്കട്ടെ, അവൻ നഷ്ടകാരിയാകട്ടെ. ആമീൻ പറഞ്ഞതോ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ നമ്മളോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന്. നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ, ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ അറിയോ? നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബാണ് നമുക്കുള്ളത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾ പുറത്തു തരുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അള്ളാഹു ചോദിക്കുകയാണ്, അടിമകൾക്കറിയില്ലേ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ അവർക്ക് പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്? അതേപോലെ തന്നെ വഹുവല്ലദി യഖ്ബലു തൗബ, അവനാകുന്നു തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഗാഫിരി ദംബ് വഖാബിലി തൗബ എന്ന് പറഞ്ഞുകൊണ്ട് തൗബ സ്വീകരിക്കുന്നവനായ റബ്ബിനെ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടുന്ന കാണാൻ സാധിക്കും. രാത്രിയുടെ അന്ത്യയാമത്ത് അവസാന സമയത്ത് അല്ലാഹു ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന പാപമോചനം തേടുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, തെറ്റുകൾ അത് കഴുകിക്കളയാൻ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്ന ഒരു റബ്ബാണ് നമുക്കുള്ളത്. ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുകൾ വലിയ നല്ല സുഹൃത്തുക്കളാണവർ, നല്ല സഹോദരങ്ങളാണവർ, ആത്മാർത്ഥമായ നല്ല ബന്ധമുണ്ടവർ. പക്ഷേ അവരിൽ ഒരാൾ, അയാൾ മുജ്തഹിദാണ്, ഇബാദത്തുകളിൽ മുജ്തഹിദാണ്, ആരാധനകൾ ധാരാളമായി ചെയ്യുന്നയാളാണ്. രണ്ടാമത്തെയാളോ അയാളൊരു പാപിയാണ്, തെറ്റുകൾ ചെയ്യുന്നയാളാണ്. ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കും. തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് നല്ല മനുഷ്യൻ പറയും, തെറ്റ് ചെയ്യല്ലേ, കുറക്കണം. ഒരു ദിവസം ഈ തെറ്റ് ചെയ്യുന്ന ആൾ തൻ്റെ സുഹൃത്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് വന്ന് പറയുന്നുണ്ട്, അക്സിർ, നീ പാപങ്ങൾ കുറക്ക്, നീ തെറ്റ് ചെയ്യല്ലേ. അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്ത് ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞ വാചകം, അദ്ദേഹം പറഞ്ഞു, ഖല്ലീനി റബ്ബി അലയ്യ റഖീബൻ, എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിടൂ, എന്നെയും എൻ്റെ റബ്ബിനെയും നീ ഒഴിവാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉബഇസ്ത അലയ്യ റഖീബൻ, എൻ്റെ മേലൊരു നിരീക്ഷകനായി എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി എൻ്റെ റബ്ബ് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമായിരുന്നു. ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ചോദ്യമാണ്. സഹോദരങ്ങളെ, ആ ഹദീസ് നമ്മൾ വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ രണ്ടുപേരുടെയും റൂഹ് അല്ലാഹു എടുത്തു. അവരുടെ സമയമായപ്പോൾ അല്ലാഹു അവരെ മരിപ്പിച്ചു. അങ്ങനെ അവരെ രണ്ടുപേരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകളിൽ മുജ്തഹിദായിരുന്ന മനുഷ്യൻ, അയാൾ എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ എൻ്റെ റബ്ബ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം, അല്ലാഹി ലയഗ്ഫിറുല്ലാഹു ലക, അല്ലാഹുവാണ് സത്യം, നിനക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു തരൂല. അതേപോലെ തന്നെ ഔല യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല. ആ ഒരു വാചകമാണ് മുജ്തഹിദായ ആൾ പറഞ്ഞിരുന്നത്. അല്ലാഹു പുറത്തു തരൂല, അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല. അങ്ങനെ റബ്ബ് അവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ വാചകം പറഞ്ഞ മനുഷ്യനോട് നിനക്കെങ്ങനെ അറിയാം ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നിനക്കെങ്ങനെയാണ് സാധിക്കുക? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ്. ആ മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അയാൾ അള്ളാഹിനെക്കുറിച്ച് അറിവില്ലാത്തയാളാണ്. പാപിയായിരുന്ന മനുഷ്യന് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു, അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറിയെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്.
അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീത്തിൽ കാണാം, പിശാച് അള്ളാഹുവിനോട് പറയുന്നൊരു വാചകം, പടച്ചോനെ അള്ളാഹുവേ, നിൻ്റെ അടിമകളെ അവർ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ ഞാൻ പഴിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലം അവരെ ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. അപ്പോൾ റബ്ബിൻ്റെ മറുപടി എന്താ അറിയോ? അള്ളാഹു പറയുന്നത്, അവരെന്നോട് പാപമോചനം തേടുന്ന കാലമത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പാപമോചനം തേടുന്ന കാലമത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ, നമ്മുടെ തെറ്റുകളിൽ നമുക്ക് മാപ്പ് നൽകാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, ഇത്രമാത്രം കാരുണ്യവാനായ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, ആ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങളുണ്ട്, പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങളുണ്ട്, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞതുണ്ട്, കേട്ടതുണ്ട്, നമ്മൾ നടന്നുപോയതുണ്ട്. അങ്ങനെ പാപങ്ങൾ കൊണ്ട് പലരും പാപങ്ങളിൽ മുഴുകിയാണ് ജീവിക്കുന്നത്. ഞാൻ പാപമൊന്നും ചെയ്യാത്ത ആളാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല എന്ന് നമുക്കാർക്കാ പറയാൻ പറ്റുക? അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടമായും ഒക്കെ പല തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആളുകളെ വഞ്ചിച്ചിട്ടുണ്ട്, ആളുകളെ തെറി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ധാരാളം പാപങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ആ പാപങ്ങൾ കഴുകിക്കളയണ്ടേ? ആ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഒരു തെളിഞ്ഞ മനസ്സോടുകൂടെ അള്ളാഹുവിന് മുമ്പിൽ പോയി നിൽക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ? അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും, ല തുഅഖിരി തൗബ, തൗബയെ നീ എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിപ്പിക്കാൻ പാടില്ല. ഫഇന്നൽ മൗത യഅതി ബഅതതൻ, മരണം പെട്ടെന്ന് വരുന്നതാണ്. മരണം സംഭവിക്കുന്നതിന് മുമ്പ് നാം ചെയ്തു തീർക്കേണ്ട കാര്യമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ അത് കഴുകിക്കളയണം. സാധാരണ അൽ അജലത്തു മിന ശൈത്വാൻ എന്നാ പറയാം. ധൃതി പൈശാചികമാണ്, ധൃതി കാണിക്കാൻ പാടില്ല വിശ്വാസി. എന്നാൽ ധൃതി വേണ്ട ഇടമാണ് തൗബ ചെയ്യുന്ന മേഖല. തെറ്റ് സംഭവിച്ച ഉടൻ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം. കരഞ്ഞ കണ്ണുമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ല എങ്കിൽ പരലോകത്ത് നമ്മൾ നഷ്ടകാരികളാകും. പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കുണ്ടാകണം. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 100 പേരെ കൊന്ന മനുഷ്യൻ്റെ കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 99 ആളുകളെ കൊന്ന് അയാളൊരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? അയാൾ പറഞ്ഞു ഇല്ല എന്നാണ്. അയാളെയും കൊന്ന് 100 പൂർത്തീകരിച്ചു. തൊട്ടടുത്ത അയാളോട് ചോദിച്ചു, ഞാൻ 100 പേരെ കൊന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് തൗബയുണ്ട്, പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കരുത്, പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകൂ. ആ പോകുന്ന വഴിയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു എന്നാണ് ഹദീസിലെ വാചകം. അങ്ങനെയാണ്. അങ്ങനെ അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറിയത് കാണാൻ സാധിക്കും. 100 പേരെ കൊന്ന ആൾക്ക് തൗബയുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഗാമിദി ഗോത്രക്കാരിയായ പെണ്ണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വരുന്നുണ്ട്. നബിനോട് അവർ പറഞ്ഞത്, നബിയെ ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. അവരൊരു പാപം ചെയ്തിട്ടുണ്ട്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ തയ്യാറാകുന്നില്ല. അവർ ഗർഭിണിയായി, അവരുടെ ആ കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞിന് മുലയൂട്ടി, ആ കുഞ്ഞിന് അത് സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി. അപ്പോഴും അവർ വന്ന് പറഞ്ഞു നബിയോട്, ത്വഹിർനി യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ ശിക്ഷ നടപ്പാക്കിയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. മാഇസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ അള്ളാഹുവിനോട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറഞ്ഞു. അതോടൊപ്പം തന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യാൻ റബ്ബിൻ്റെ തൗഫീക്ക് വേണം. നമ്മുടെ മനസ്സ് കടുത്തുപോയിട്ടില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് പരിശുദ്ധമായ മനസ്സാണ് എങ്കിൽ, സ്വാഭാവികമായും ആ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് തൗബ. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു പഠിപ്പിച്ച വാചകമാണ്. വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ, സ്വന്തത്തോട് വല്ല അക്രമമൊക്കെ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ തൗബ ഏതുവരെ സ്വീകരിക്കും? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ മരണസമയം വരെ, യുഗർഗിർ ശബ്ദമുണ്ടാകുന്നത് വരെ, അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മരണത്തിൻ്റെ ശബ്ദമായ യുഗർഗിർ എന്ന ശബ്ദമുണ്ടാകുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുമെന്ന. അതിൻ്റെ അർത്ഥം തൗബ നീട്ടിക്കൊണ്ടോണമെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ വേഗം തൗബ ചെയ്യുക, വേഗം ഇസ്തിഗ്ഫാർ ചെയ്യുക.
പക്ഷേ റബ്ബാരാണ് അവൻ നമ്മുടെ അവസാന സമയം വരെ നമ്മുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ താബ ഖബ്ല അൻ തത്ലുഖ ശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ എന്ത് ചെയ്യും? തൗബ സ്വീകരിക്കുന്ന, അഥവാ ലോകാവസാനത്തിൻ്റെ സമയം വരെ അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് കാണാൻ സാധിക്കും. തൗബ സ്വീകരിച്ചിട്ടില്ല. ആരുടേത്? ഫിറഔനിൻ്റേത്. കടലിൽ മുങ്ങി താഴുമ്പോൾ ഫിറഔൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു. അത് മരണം തൊണ്ടക്കുഴിയിലെത്തിയ സമയത്താണ്. ആ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഫിറഔൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു മൂസാ നബി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്, ഇത് ഹബീല ഫിർഔന ഇന്നഹു തഗ. ഫിറഔൻ്റെ അടുക്കലേക്ക് പോ, ഫിറഔന് അതിര് കടന്നിട്ടുണ്ട്, എന്നിട്ട് അവരോട് നല്ല വാക്കു പറ, ഒരു വേള അവൻ നന്നായേക്കാം. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കുറേ അവസരങ്ങൾ തരും, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരങ്ങൾ. റമദാൻ അതിൻ്റെ അവസരമാണ്. നോമ്പ് നോൽക്കുന്ന ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിലൂടെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നാം ചെയ്യുന്ന അമലുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയാൻ ഒരുപാട് അവസരമുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. വുളു എടുക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും. അല്ലേ? വുളു എടുക്കുന്ന സമയത്ത് ഓരോ അവയവം കഴുകുമ്പോഴും അതിലെ അവസാനത്തെ തുള്ളി താഴെ വീഴുമ്പോൾ നമ്മുടെ ആ അവയവം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഒലിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബാങ്ക് കൊടുക്കുക. ആ ബാങ്ക് കൊടുക്കുമ്പോൾ എവിടെയൊക്കെ ബാങ്ക് എത്തുന്നുണ്ടോ, ഏതൊക്കെ സ്ഥലത്തെത്തുന്നുണ്ടോ അവിടെയുള്ള ആളുകളൊക്കെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാചകം കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണത്. അതുകൊണ്ട് തന്നെ ധാരാളം അമലുകൾ, നോമ്പും സക്കാത്തും നമസ്കാരവും അങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. പള്ളിയിലേക്ക് നടന്നു പോകുക പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴിയാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, ഇതൊക്കെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമാണ്. നന്മ പ്രവർത്തിക്കുക, നന്മ ചെയ്താൽ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. നന്മ ചെയ്താൽ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൗബ ചെയ്യുന്ന ആൾക്കാരാണ് വിജയികൾ. വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി എന്ത് ചെയ്യുക? പരിപൂർണമായി ഖേദിച്ചു മടങ്ങുക, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാന്ന. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിജയികളുടെ അടയാളമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഗുണം നമുക്കുണ്ടാകണം. ഈ സ്വഭാവ ഗുണം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹൃദയം നന്നാവുകയോ വിജയിക്കുകയോ ആസ്വാദനം അറിയുകയോ സന്തോഷം കണ്ടെത്തുകയോ സംതൃപ്തി ലഭിക്കുകയോ ചെയ്യാത്ത കുറേ മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ. അവരുടെ ഹൃദയത്തിന് ഒരു സന്തോഷമല്ല, അവർക്കൊരു ആശ്വാസം, ഒരു സമാധാനമല്ല. എന്തുകൊണ്ടാണെന്നറിയാം. അതിൻ്റെ കാരണമായി പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണമെന്ന്. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കഴുകിക്കളയാൻ എന്ത് ചെയ്യണം? നിങ്ങൾ തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യന്മാരെ, തൂബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം. ഞാനൊരു ദിവസം വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്തറ മിൻ 70 മറ, 70 പ്രാവശ്യം ഒരു തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. മറ്റൊരു ഹദീസിൽ 100 തവണ എന്ന് പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ വിജയികളാകണമെങ്കിൽ എന്ത് വേണം? തൗബ ചെയ്യുന്ന ആൾക്കാരാകണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബ ചെയ്യുന്ന ആളുകളുടെ തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും, അവർക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അള്ളാഹു പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഒരാൾ വന്നു. അയാൾ നബിയോട് പറഞ്ഞു, നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു. നബി ഒന്നും വേണ്ടിയില്ല. അയാൾ നിസ്കരിച്ചു. നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ നമസ്കാരം നടന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ ഞാനൊരു അബദ്ധം തെറ്റ് ചെയ്തു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞത്, നിങ്ങൾ നിസ്കരിച്ചില്ലേ? ആ നമസ്കാരത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നന്മകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട്. ഇനിയോ തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ആൾക്കാർ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരെയും തൗബ ചെയ്യുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു ഇന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് തൗബ ചെയ്യുന്ന ആൾക്കാർ. അവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞ വാചകം വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഭയത്തോടുകൂടെ വായിക്കേണ്ട ആയത്താണ്. തൗബ ചെയ്യുന്നില്ല എങ്കിൽ, തൗബ ചെയ്യാത്ത ആളുകൾ അവരാരാ? അവർ അക്രമികളാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്.
അവർ ദുൽമ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാനിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ അവസാന സമയങ്ങളിൽ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ നമ്മൾ ഏറ്റുപറയുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. നാളെ നമ്മളുണ്ടാകുന്ന ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളോട് ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, വിട്ടുവീഴ്ച വേണ്ടി പറയുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന എന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്ന സമയമാണ് അല്ലേ? റമദാനിൻ്റെ അവസാനത്തെ 10 ഈ പ്രാർത്ഥന അധികരിപ്പിക്കാറുണ്ട് എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ചൊല്ലാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? പടച്ചോനെ, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ്, നീ എനിക്ക് മാപ്പ് നൽകണേ. അത് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം. നമ്മളോട് അക്രമം കാണിച്ച ആൾക്കാരുണ്ടാകും, നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാകും, നമ്മളെ ചീത്ത പറഞ്ഞവരുണ്ടാകും, നമ്മളെ പരിഹസിച്ചവരുണ്ടാകും. അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമുക്ക് മാപ്പ് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പാപങ്ങളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ഉപയോഗപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.